മാനസമൈനേ വരൂ മധുരം നുള്ളിത്തരൂ. ഇങ്ങനെയൊക്കെ പാടി കപ്പലണ്ടി കുറിച്ചിരിക്കുന്ന സമയമൊക്കെ കഴിഞ്ഞു കേട്ടോ. പ്ലാൻ ചെയ്ത ഒരു കാര്യം നടക്കില്ല എന്ന് പറയുന്നത് വളരെ സത്യമാട്ടോ. കാരണം നമ്മൾ കഴിഞ്ഞൊരു വർഷം കൊണ്ട് പ്ലാൻ ചെയ്യുന്നതാണ് ചെമ്പരിക്ക ബീച്ചിൽ പോകാൻ. പക്ഷേ അതിപ്പോഴാണ് നടന്നത് സുഹൃത്തുക്കളെ. അപ്പോൾ കുതിരപ്പുറത്ത് കയറണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ കുതിരയുടെ പോക്ക് കണ്ടപ്പോൾ നമുക്ക് കയറണം എന്ന് തോന്നിയില്ല. നമ്മുടെ ഉള്ള ആഗ്രഹവും കൂടി പോയി. പിന്നീട് നമ്മുടെ കടലിലേക്ക് പോകാനുള്ളത് അത്രപ്പാടിലായിരുന്നു. നമ്മൾ ഇത്തിരി ഫോട്ടോസൊക്കെ എടുത്ത് മെല്ലെ നനയാമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ നമ്മൾ നിൽക്കുന്നത്. പക്ഷേ കുട്ടി ഒരു തരത്തിലും വിടുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ 4 പേരായിരുന്നു പോയത് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ അനിയൻ്റെ ഭാര്യയും പിന്നെ 2 ആൻറ്റിമാരുമാണ് പോയത്. പക്ഷേ ആൻറ്റിമാരൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. പറയുന്നത് നമ്മളെ കണ്ടാൽ ആൻറ്റി എന്ന് പറയും കേട്ടോ. കാരണം നല്ല വൈബായിരുന്നു. അതായത് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൻറ്റി 2 കുട്ടികളുടെ അമ്മയാണ് കേട്ടോ. പക്ഷെ കണ്ടാൽ പറയില്ല, സന്തൂർ മമ്മിയാണ്. പിന്നെ ഇപ്പോൾ ഫീസടിച്ചത് നമ്മുടെ കുട്ടി, അതും നമുക്ക് സ്ഥാനം കൊണ്ട് ആൻറ്റിയാണ്. പക്ഷേ ഞങ്ങൾ കോളേജ് മീറ്റായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ 4 പെൺപടകളാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയപ്പോൾ യുവാനേക്കാളും പ്രായം കുറഞ്ഞ പോലെ കേട്ടോ നമ്മുടെ കളിയും യുവാൻ്റെ കളിയും ഒക്കെ. പിന്നെയെന്ന് വെച്ചാൽ നല്ല ഏറ്റവും ഒക്കെ ആയിരുന്നു. നല്ല ഒഴുക്കുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിന്. പിന്നെ യുവാൻ ഒരു ഇത്തിരി വാശി പിടിച്ചു നമ്മുടെ ഇല്ലുമിനാട്ടി പാട്ട് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അങ്ങനെ വെള്ളത്തിൽ നിന്ന് പുള്ളി കയറുന്നില്ല. പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലും ഈ പാട്ടൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടാണ് പിന്നെ അവരെ ഒന്ന് കരക്കടുപ്പിച്ചത്. കാരണം വെള്ളം കണ്ടിട്ട് നോക്കുമ്പോൾ പിന്നെ യുവാൻ വെള്ളത്തിൽ നിന്നും കയറുന്നില്ല. പിന്നെ അങ്ങനെ കുറച്ച് സമയം നമ്മൾ നല്ല വൈബായിരുന്നു. എല്ലാവരും അടിച്ചു പൊളിച്ചു, എൻജോയ് ചെയ്തു. എന്താ പറയുക, ഡാൻസൊക്കെ കളിച്ചു. പിന്നെ അതുപോലെ തന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ കുട്ടിയായിട്ട് കുറേ സമയം കളിച്ചു. അങ്ങനെ നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. അതായത് പ്ലാൻ ചെയ്തിട്ട് അല്ലാതെ പോയതായതുകൊണ്ടാണോന്നും അറിയത്തില്ല. കാരണം നല്ല വൈബായിരുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേനും നമ്മുടെ സൂര്യൻ ചേട്ടൻ വെള്ളത്തിനടിയിൽ പോകാറായപ്പോൾ ഞാനവിടെ പോയി നിന്നു. പിന്നെ കുറേ നനഞ്ഞു. അപ്പോൾ നമ്മളൊക്കെ നനഞ്ഞത് ഏതാണ്ട് സെറ്റായിട്ട് തന്നെ വന്നു. കുട്ടിയല്ലേ, അപ്പോൾ അവനെ നമുക്ക് നനച്ചിട്ട് കൊണ്ടുവരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ യുവാന് ഡ്രസ്സൊക്കെ ഇട്ടെടുത്തു. നമ്മൾ സെറ്റായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനിടയിൽ നമ്മൾ കുറേ കത്തിയൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. ഞാനും ആൻറ്റിയും അനിയൻ്റെ ഭാര്യയൊക്കെ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. അപ്പോൾ ഏതാണ്ട് സമയം 7 മണിയൊക്കെ ആയി. നമ്മുടെ കുഞ്ഞിന് ഐസ്ക്രീമൊക്കെ വാങ്ങി. കുട്ടി കഴിക്കുമ്പോൾ ബാക്കിയുള്ളവർ പിന്നെ വെറുതെ ഇരിക്കണ്ടേന്ന് ഓർത്തുകൊണ്ട് നമ്മളെന്ത് ചെയ്തു, പാനിപ്പൂരിയുടെ കടയിലേക്ക് പോയി കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ പാനിപ്പൂരിക്ക് ഓർഡർ ചെയ്തു. ആ ഒരു ടൈമിൽ നമ്മുടെ കുതിര സവാരി കഴിഞ്ഞിട്ട് പുള്ളി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ദഹിപൂരി മസാലപ്പൂരിയൊക്കെ ആയിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പാനിപ്പൂരി അത്ര അങ്ങോട്ട് രസം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ബാക്കിയൊക്കെ കഴിച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയണം. അങ്ങനെ നമ്മൾ നടക്കുമ്പോഴാണ് അടുത്ത കടയിലേക്ക് എത്തിയത്. അപ്പോൾ നല്ല ഉപ്പിലിട്ട കൈതച്ചക്കയും മാങ്ങയും പിന്നെ നൊസ്റ്റു അടിക്കുന്ന പുളിയച്ചാറും മാങ്ങയച്ചാറും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കൈതച്ചക്കയും മാങ്ങയൊക്കെ വാങ്ങി അതൊക്കെ കഴിച്ചു. പിന്നീട് നമ്മൾ വെച്ച് പിടിച്ചത് കല്ലുമ്മക്കായിലേക്കായിരുന്നു. കല്ലുമ്മക്കായി ഞങ്ങൾ പോകുമ്പോഴത്തേനും നോക്കി വെച്ചിട്ട് പോയതാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഏതാണ്ട് 7:30 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ സമയമായിട്ടാണെങ്കിൽ കൂടിയും അവിടെ ഭയങ്കര തിരക്കായിരുന്നു, ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നടന്ന് നമ്മൾ നോക്കി വെച്ച് പോയ കല്ലുമ്മക്കായുടെ ഷോപ്പിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ നമുക്ക് വിഷമമായിരുന്നു. കാരണം പാഴ്സലും എടുക്കാനുണ്ടായിരുന്നു. തീർന്നു പോയോ എന്ന് പറഞ്ഞിട്ട് ബേജാറായിരുന്നു. പക്ഷേ അപ്പോഴത്തേനും പുതിയ ഫ്രഷ് പീസ് കൊണ്ടുവന്നിട്ടു. നല്ല ചൂട് കല്ലുമ്മക്കായി ഞങ്ങളെല്ലാവരും ഓരോന്ന് വാങ്ങി. പിന്നെ വീട്ടിലേക്കും പാഴ്സലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻറ്റിമാർ 2 പേരും വീട്ടിലേക്ക് പാഴ്സലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ടേസ്റ്റി, യമ്മി, സ്പൈസി എന്നൊക്കെ പറയാൻ വാക്കുകളില്ല കേട്ടോ. സൂപ്പറായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു. അങ്ങനെ നമ്മൾ പോവുകയാണ് ഗൈസ്. യുവ 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 അങ്ങനെ വണ്ടി എടുത്ത് വരുന്നതിന് കാത്ത് ഞങ്ങൾ റോട്ടിൽ നിന്നു. കിട്ടു വണ്ടി എടുത്ത് വന്നു. അങ്ങനെ മോനെ ഫ്രണ്ടിലിട്ട് ഞങ്ങൾ 3 പേരും ബാക്കിലിരുന്നു. പിന്നെ നമ്മൾ വെച്ച് പിടിച്ചത് എങ്ങോട്ടാണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? അതെ, KFCയിലേക്ക് തന്നെ. അപ്പോൾ ഏതായാലും രാത്രിയായി. അപ്പോൾ ഫുഡ് കഴിക്കണം എന്ന് ഞങ്ങൾ ഓർത്തു. അങ്ങനെ നമ്മൾ മേൽപ്പറമ്പ് കീഴൂർ റോട്ടിലേക്കുള്ള KFCയിലേക്ക് കയറി. അവിടെ എത്തുമ്പോഴത്തേനും യുവാൻ നല്ല ഹാപ്പിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ മെനു ഒക്കെ ഇങ്ങനെ നോക്കി അവിടെ ഓർഡർ പറഞ്ഞു. അതിനുശേഷം അവന് നല്ല കളിയായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറച്ച് സമയം കളിച്ചു. പിന്നെ അതിനുശേഷം ഫുഡിനുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു.
സാധനം വരുന്നതിന് മുമ്പിൽ പ്ലേറ്റ് അവിടെ കൊണ്ടുവെക്കുന്നത് അവരുടെ ഒരു ട്രിക്കല്ല. അപ്പോൾ അത് പൊളിക്കാൻ നോക്കിയപ്പോൾ നമ്മുടെ കിത്തുവിൻ്റെ തനിക്കോണം കണ്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോലും പേടിച്ചു പോയി. അങ്ങനെ നമ്മുടെ ഓർഡർ ചെയ്ത ഫുഡ് വന്നു ഗൈസ്. അപ്പോൾ ഫുഡ് വന്നാൽ പിന്നെ ഒന്നും നോക്കാനില്ലല്ലോ. ഞങ്ങൾ 2 ഫോട്ടോസും എടുത്ത് പിന്നെ അറ്റാക്ക് ചെയ്തു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ വീട്ടിൽ തിരിച്ചെത്തേണ്ടത് കൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡും കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.